തിരുവനന്തപുരം ജില്ലയിലും പിന്നെ കൂടുതലും വലിയ ഭാഗത്താണ് വരുന്നത്. നമ്മുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. ജില്ലാ കളക്ടർ ചെയർമാനായ ഒരു കമ്മിറ്റിയുണ്ട്. അവർക്ക് ഓരോ മാനദണ്ഡപ്രകാരമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ആ മാനദണ്ഡത്തിനുള്ളിൽ വന്നവരാണിപ്പോൾ താമസിക്കാൻ പോകുന്നത്. ഇനിയും കുറേ അപേക്ഷകൾ സോർട്ട് ചെയ്യാനുണ്ട്, പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ഭവനങ്ങൾ വരുമ്പോൾ അവരെയും നമുക്ക് പരിഗണിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ കടകംപള്ളിയിലെ പുതിയ പിന്നെ കൊച്ചുവേളിയിലെ ഫ്ലാറ്റ് വരുന്നു, ഇതിൻ്റെ ബാക്കി ഫ്ലാറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തം 2450 കോടി മൊത്തം നമ്മൾ വെച്ചിരിക്കുന്നു. അതിൽ ആദ്യ ഭാഗത്ത് ചിലവായ ഇത്രയും 5000 മേൽ വീട് ഞാൻ എണ്ണം പറഞ്ഞല്ലോ, ഇത്രയും വീടുകളിപ്പോൾ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിന് വരുന്ന ചിലവ് ഈ 2450 കോടി എന്നാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറി താമസിക്കാൻ കഴിയേണ്ട ആളുകൾ എല്ലാവരും തയ്യാറാകുന്നില്ല. 21,000-ഓളം വീടുകൾ മാറ്റേണ്ടതാണ്. അപ്പോൾ അവരെല്ലാവരും തയ്യാറാകുന്നില്ല. തയ്യാറായവർ തന്നെ ഒരു പ്രശ്നം, വ്യക്തിഗതമായി ഭൂമി കണ്ടെത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ വ്യക്തിഗതമായ ഭൂമി കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ദൂരെ പോയി സ്ഥലം വാങ്ങി താമസിക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ ഭൂമി കണ്ടെത്തി പരമാവധി ഫ്ലാറ്റുകൾ പണിത് നമ്മളിപ്പോൾ ആളുകളെ താമസിക്കും. ഒരു 360ഓളം ഫ്ലാറ്റുകൾ കൊടുത്തു. ഇപ്പോൾ ഒരു 1200ഓളം ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് ഇതുൾപ്പെടെ. അപ്പോൾ നമ്മൾ വീണ്ടും സ്ഥലം കണ്ടെത്തി ഘട്ടം ഘട്ടമായി നമ്മൾ കുറച്ച് ഗവൺമെൻറ്റിൻ്റെ തന്നെ മുൻകൈ വരണം. വ്യക്തിഗതമായി സ്ഥലം കണ്ടെത്തുന്നതിൽ നിന്ന് അപ്പം തന്നെ നമ്മൾ ഭരണാനുമതി കൊടുത്ത് വീട് നിർമ്മിക്കാനുള്ള പണം കൊടുക്കും.